की गलियों में चेहरे बहारों के हंसते हुए है मेरे ख्वाबों के क्या क्या नगर इनमें बसते हुए हो। पलकों की गलियों में चेहरे बहारों के हंसते हुए सिवा दुनिया में रखा क्या है। इनमें मेरे आने वाले जमाने की तस्वीर है, चाहत के काजल से लिखी हुई मेरी तकदीर है हो। इनमें मेरे आने वाले जमाने की तस्वीर है। के सिवा दुनिया में रखा क्या है। ये उठे सुबह चले, ये झुके शाम ढले, मेरा जीना मेरा मरना इन्हीं पलकों के तले। तेरी आँखों के सिवा दुनिया में रखा क्या है। तेरी आँखों के सिवा दुनिया में रखा क्या है। താങ്ക് യു നിവേദുട്ടാ. എന്തോ അരെ വാ, താങ്ക് യു പൊളി. അപ്പൊ എനിക്ക് തോന്നുന്നു സൗണ്ട് ഒക്കെ സെറ്റായി പയ്യവനുണ്ട് അല്ലേ? ആ അടിപൊളി. നമുക്ക് ചോദിക്കാം. ചോദിക്കാം. ചേട്ടാ നിവേദ് കൃഷ്ണ അല്ലേ? എന്തോ അടിപൊളിയായിട്ട് പാടി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. താങ്ക് യു സർ. ഭയങ്കര ത്രോ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നൊരു നല്ല പെർഫോമർ ആണ് നിവേദ് കൃഷ്ണ. താങ്ക് യു സർ. നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലേ? അതിന്റെ വോയിസ് സ്ട്രെയിൻ ഉണ്ട്. അപ്പൊ നെക്സ്റ്റ് ടൈം അത് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ചേട്ടാ. ശരത് സർ. മക്കളെ എന്തോ ഉഗ്രം പാട്ടാ മോനെ. സെലക്ഷന് നിനക്ക് 1500 മാർക്ക് തരുന്നു ഞാൻ കേട്ടോ. ഉഗ്രം പാട്ട്. പിന്നെ മോനിത് പഠിച്ചതിലുള്ള കുഴപ്പങ്ങളുണ്ട്. ഇതിനൊരു ഫീലുണ്ട് മോനെ. ഈ ഒരു പാട്ട് മക്കൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? 12. കുഞ്ഞാ നീ. അപ്പൊ മക്കൾ കുറച്ചും കൂടെ ഒരു 10-16 വയസ്സൊക്കെ ആകുമ്പോൾ മോന് കുറേയും കൂടെ ഈ പാട്ട് എന്താണ് റാഫിസ പാടി വെച്ചേക്കുന്നെന്നുള്ളത് മനസ്സിലാവും കേട്ടോ. ആ തുടക്ക ലൈൻ ഒന്ന് പാടാമോ? तेरी आँखों के सिवा दुनिया में ദുനിയ മേ അങ്ങനെ പാടുന്നത് എന്റെ കൊണ്ട് കാണിക്ക്. അങ്ങനെ ആക്കണ്ട. അതിനൊരു അവസ്ഥയുണ്ട്. അത് മതി. താരേ രേ രേ നാനി നാനേ दानी शाम ढले मेरा जीना मेरा मरना इन्हीं पल
അത്രേ ഉള്ളൂ മോൻ. ഇനി അത് അത്രയ്ക്കൊരു ബലം പിടുത്തം വേണ്ട. അത് അത്ര മതി, അവിടെ ബലം പിടിക്കേണ്ട ആവശ്യമേ ഇല്ല. പക്ഷെ എനിക്ക് ഇതൊക്കെ പറയുന്നെങ്കിലും മോൻ അടുത്ത ചരണമില്ലേ, അത് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. അത് ഉഗ്രമായിരുന്നു, നമ്മൾ ഞെട്ടിപ്പോയി കേട്ടോ. അത് ഇച്ചിരി സ്ട്രെയിൻ ഉണ്ടെങ്കിലും നീ അതിനൊക്കെ അതിൻ്റെ സോള് കണ്ടെത്താൻ പറ്റി മോൻ പാടുന്നതിലും. അത് കുറച്ച് സോഫ്റ്റ് ആയിട്ടൊക്കെ പാടി നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു മോനെ. അവിടെ തൊട്ട് എനിക്ക് കുറേ ഇഷ്ടമായി കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ഹരിച്ചേട്ടാ? അപ്പൊ മോനെ എനിക്ക് പാടിയപ്പോ ഭയങ്കര ഹിന്ദി ഭയങ്കര ഇങ്ങനെ കടിച്ച് പാടുന്ന ഒരു ഫീലാ കിട്ടിയത്. അത്രയും ഫ്രീ ആയിട്ട് പാടേണ്ട ഒരു സോങ് ആയിരുന്നു. അപ്പൊ അത് നിവേദ് ഫോക്കസ് ചെയ്യുന്നുണ്ടോ എന്നാണ് എന്റെ ഒരു ഡൗട്ട്. ചെയ്യുന്നുണ്ട്. എന്തിലാ ഫോക്കസ് ചെയ്ത് ഇത് പാടിയപ്പോ? പാട്ടിൽ എവിടെ? വരികളില്. അങ്ങനെയാണെങ്കിൽ വരികളുടെ അർത്ഥം പഠിക്കണ്ടേ? അപ്പൊ പിന്നെ ഫോക്കസ് ചെയ്തിട്ടില്ല വരികളില്. വരികളുടെ ഡിക്ഷന്റെ ഒന്നും വർക്ക് ചെയ്തിട്ടില്ല. പിന്നെ ടോപ്പ് പോർഷൻസിൽ പോകുമ്പോൾ മോനെ മൈക്കൊക്കെ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ലൗഡറായിട്ട് പാടുന്നതുകൊണ്ട് ദർ വോണ്ട് ബി എനി ഇമ്പാക്ട്. അതിനനുസരിച്ച് മൈക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതൊക്കെ ഞാൻ നേരത്തെ നിവേദിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ അത് നിവേദ് ഫോക്കസ് ചെയ്യുന്നില്ല. മൈക്ക് പ്ലേസ്മെന്റ്, പാട്ട് പാടിയതിന്റെ മീനിങ്. ഇതിന്റെ ലിറിസിസ്റ്റ് ആരാണ് മോനെ? മജ്റൂ സുൽത്താൻപുരി സർ. ഓക്കെ. മ്യൂസിക് മദൻ മോഹൻ സർ. പാടിയത് മുഹമ്മദ് റഫി സർ. ഓക്കെ. ഏത് മൂവിയാണിത്? ചിരാഗ്. ഓക്കെ. ഇനി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാം നെക്സ്റ്റ് ടൈം. ഓക്കെ. ഓക്കെ സർ. ഓൾ ദി ബെസ്റ്റ് നിവേദ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക? നിവേദ് കുഴപ്പമില്ലാതെ പാടി. താങ്ക് യു സർ. എനിക്കൊന്ന് നിവേദ് എല്ലാ പാട്ടിനെ അപ്രോച്ച് ചെയ്യുന്നത് ഒരു രീതിയിലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നമ്മൾ ഇവിടെ കാണിക്കേണ്ടത് നമ്മുടെ വേഴ്സറ്റാലിറ്റി ആണല്ലോ. അപ്പം അത് നിവേദ് ഒരു പരിധിവരെ കാണിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. കാരണം എല്ലാ പാട്ടും നിവേദ് പാടുമ്പം എല്ലാത്തിനും ആ ഒരു കർണാട്ടിക് ഫ്ലേവർ ഭയങ്കരമായിട്ട് ഇടിച്ച് കയറി വരുന്നത്. ഇത് ആക്ച്വലി പല പല കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ടാണ് റഫി സാബ് പാടിയിരിക്കുന്നത്. വളരെ ലോലമാണ് ഈ പാട്ട്. ഇറ്റ്സ് ലൈക്ക് എ ഫെദർ, വെരി ലൈറ്റ് സോങ്. അപ്പോൾ അത് കുറച്ചൊന്ന് ഹെവി ആയിപ്പോയി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ശരത് സാർ? യെസ് മാർക്ക്. മക്കളെ എന്തോ 7 മാർക്ക് മോന് തരുന്നു. താങ്ക് യു സർ. ഓക്കെ. അതിനുള്ള മക്കളെ ഓക്കെ. അപ്പൊ അടുത്ത 2 റൗണ്ട്സിൽ ഈ മാർക്ക് പറ്റില്ല. നല്ല മാർക്ക് വാങ്ങണം. ഓക്കെ. എന്നാ വേഗം വെക്കോ.